CSR ഫണ്ട് തട്ടിപ്പിൽ വയനാട്ടിലും നിരവധി പരാതികൾ. വയനാട് എസ്പിക്ക് തട്ടിപ്പിനിരയായ 10ഓളം പേരാണ് പരാതി നൽകിയത്. മാനന്തവാടി ബത്തേരി മേഖലകളിൽ 200-ലധികം ആളുകൾക്ക് പണം നഷ്ടമായി എന്നാണ് വിവരം. ദീപക് മോഹൻ വിവരങ്ങൾ നൽകും. ദീപക്, ഇപ്പോൾ തലസ്ഥാനത്ത് നിന്നും കണ്ണൂരിൽ നിന്നുമൊക്കെയുള്ള പരാതികളുടെ വിവരങ്ങൾ അറിയുകയാണ്. ഇപ്പോൾ വയനാട്ടിലും സമാന തട്ടിപ്പ്, അവിടെ എത്ര പരാതികൾ വന്നിരിക്കുന്നു, എന്താണ് പരാതികളുടെ സ്വഭാവം? സ്മൃതി, ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വയനാട്ടിലും 300-ലധികം പരാതികൾ ഇപ്പോൾ നിലവിൽ ഉണ്ട് എന്നാണ് നമുക്ക് ലഭിച്ച വിവരം. അതിൽ 10 പരാതികളാണ് ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചിട്ടുള്ളത്. മാനന്തവാടി, ബത്തേരി, കൽപ്പറ്റ, ഒപ്പം മേപ്പാടിയിലും ഇതുമായി ബന്ധപ്പെട്ട ബൈക്ക്, സ്കൂട്ടർ, ലാപ്ടോപ്പ് തുടങ്ങിയ കാര്യങ്ങൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് CSR ഫണ്ട് തട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ദുരന്തബാധിതരായിട്ടുള്ള പല ആളുകളെയും ഇത്തരത്തിൽ CSR ഫണ്ട് ഉപയോഗിച്ച് തട്ടിപ്പ് നടത്താൻ വേണ്ടി ഉപയോഗിച്ചു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ 2 പരാതികൾ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം ജില്ലാ പോലീസ് മേധാവിക്ക് 10ഓളം പരാതികൾ ഇന്നലെ നൽകിയിട്ടുണ്ട്. മാനന്തവാടി, സുൽത്താൻ ബത്തേരി തുടങ്ങിയ ഇടങ്ങളിൽ നിന്ന് ഏകദേശം 200-ലധികം ആളുകളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുന്നത്. നേരത്തെ, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ തന്നെ ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല ഏജൻസികളും, സ്വകാര്യ ഏജൻസികൾ ഉൾപ്പെടെ, NGO ഏജൻസികൾ ഉൾപ്പെടെ ഇത്തരത്തിൽ പണം ദുരന്തബാധിതരായ ആളുകളിൽ നിന്ന് വരെ വാങ്ങി സ്കൂട്ടർ മുതലായ, ലാപ്ടോപ്പ് മുതലായ കാര്യങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. സ്മൃതി.